ബൈൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, മുല്ലയ്ക്കര അദ്ദേഹത്തിന്റെ ഒരു മീറ്റിങ്ങിന് 2009 ആമേ എറണാകുളത്ത് ഏതോ ഒരു സ്ഥലത്ത് ഒരു ഈവനിങ് പ്രോഗ്രാമാണ്. രാത്രി 9-10 മണി എൻ്റെ വീട്ടിൽ വന്നപ്പോൾ, ഞാൻ തിരിച്ചു വന്നപ്പോൾ എൻ്റെ ഫ്ലാറ്റിൻ്റെ ചാവി ഇല്ലാതായിപ്പോയി, മിസ്സായിപ്പോയി യാത്രയിൽ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഫ്രണ്ടിൻ്റെ അവൾ ലേഡിയാണ്. അവരുടെ വീട്ടിൽ മേളിൽ ഞാൻ കിടന്നുറങ്ങേണ്ടി വന്നു. എൻ്റെ വീട്ടിൽ രാവിലെ 12 മണിക്കാണ് ചാവി അവൻ്റെ ഓഫീസിൽ നിന്നും കൊണ്ടുവരുന്നതും, ഈ ബിൽഡിങ്ങിൻ്റെ അവരെ വിളിച്ചു പറഞ്ഞപ്പോൾ. ബിക്കോസ് ഞാൻ ആ ബിൽഡിങ്ങിൻ്റെ ട്രഷറർ ആയിരുന്നതുകൊണ്ട് എനിക്ക് എന്നെയൊക്കെ നല്ലതായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ പെട്ടെന്ന് ഓഫീസ് തുറന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ സ്പെയർ കീയുമായിട്ട് അവർ വന്നു. ആ കീയുമായിട്ട് കാരണം അന്ന് അസോസിയേഷൻ വലുതായിട്ട് ഫോം ആയില്ല. അവരുടെ കയ്യിൽ എല്ലാവരുടെയും കയ്യിൽ ഓരോ സ്പെയർ ചാവികളുണ്ട്. അങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം, അതൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ മുല്ലക്കരയുടെ ബ്ലാക്ക് കാറ്റ്സ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക, എന്നെ പേടിപ്പിക്കുകയാണ്. ഞാൻ ഓടി വരികയാണ്, ഹസ്ബൻഡാണോ വിളിക്കുന്നത്, ഓടി വന്ന് എടുക്കുമ്പോൾ ഇല്ലേ, നിങ്ങൾ കള്ളിയാണ്, നിങ്ങളുടെ അവിടെ നിങ്ങൾ തന്ന ഫോൺ നമ്പർ കിട്ടുന്നില്ല, ഇത് ഞങ്ങൾ ഇന്നലെ തൊട്ട് വിളിക്കുകയാണ്. എന്താണ് പ്രശ്നം? അത് സാറിന് നിങ്ങളെ കാണണം, വൈറ്റ്ലയിലുള്ള ഓഫീസിലേക്ക് നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി വരണം. എന്താ കാര്യം? ഞാൻ പറഞ്ഞു, എനിക്ക് പോകാൻ പെർമിഷൻ ഇല്ല, എൻ്റെ ഹസ്ബൻഡ് സമ്മതിക്കത്തില്ല, എനിക്ക് സ്പൈനൽ പ്രോബ്ലമാണ്, എനിക്ക് ഇത് തന്നെ ഞാൻ ബുദ്ധിമുട്ടിയാണ് നിങ്ങളുടെ അടുത്തോട്ട് വന്നത്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾക്ക് സൗഖ്യമായെന്ന് നിങ്ങൾ ടെസ്റ്റ് മണി നിങ്ങളെ കൊണ്ട് പറയിച്ചല്ലോ ഞങ്ങൾ. എന്നെ ഒന്ന് ചാടിയും ഓടുകയും ചെയ്തിട്ട് എന്നെ പേടിപ്പിച്ച് പറഞ്ഞ് ടെസ്റ്റ് മണി പറയാൻ പറഞ്ഞു. ചാനലിൽ ഇട്ടുകയും ചെയ്തു. അവരുടെ 2009 നടന്ന സംഭവമാണ്. അതിനുശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് സൗഖ്യമായപ്പോൾ നിങ്ങൾ ഗൾഫിലുള്ളതായതുകൊണ്ട് 1 ലക്ഷം രൂപ സാറിന് കൊടുക്കണം, അതിനുവേണ്ടിയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇനിയും വിളിച്ചുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. പിന്നെ പേടിപ്പിക്കലായി, ത്രട്ടനിങ് ആയി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നീ എൻ്റെ വീട്ടിലോട്ട് വാടാന്ന് പറഞ്ഞു. ഇതാണോ നിൻ്റെയൊക്കെ സുവിശേഷം? അന്ന് ഞാൻ പിന്മാറ്റത്തിലാണ്.